സിസ്റ്റം നമുക്ക് പഠിക്കാം. ഒക്ടൽ നമ്പർ സിസ്റ്റം. ഒക്ടൽ നമ്പർ സിസ്റ്റം. ഓക്കെ, അപ്പോൾ നമ്മളിതിന് മുന്നേ ഡെസിമൽ നമ്പർ സിസ്റ്റവും ബൈനറി നമ്പർ സിസ്റ്റവും നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ അതേ കണക്ക് അനദർ നമ്പർ സിസ്റ്റമാണ് ഒക്ടൽ നമ്പർ സിസ്റ്റം. ഇനി നമുക്ക് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഒക്ടൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ആ നമ്പേഴ്സ് ഫോം ചെയ്യുന്നത് 0 മുതൽ 7 വരെയുള്ള 8 ഡിഫറെൻറ്റ് നമ്പേഴ്സ് വെച്ചിട്ടാണ്. 8 ഡിഫറെൻറ്റ് നമ്പേഴ്സ് വെച്ചിട്ടാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്കിതിനെ പറയാം, ദിസ് octal number system is of base or radix 8 എന്ന് പറയാം. octal number system is of base or radix 8. So octal number system നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് 0 1 2 3 4 5 6 7 8 സോറി 8 ഇല്ല, 7 വരെ ഉള്ളൂ. അവിടെ നിൽക്കട്ടെ. ഞാൻ ഇവിടെ ഒക്ടൽ അല്ല റെപ്രസെൻ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഞാൻ ഡെസിമൽ വേണ്ട, ഒക്ടൽ. ഇത് ഒക്ടൽ നമ്പേഴ്സാണ്, 0 മുതൽ 8 വരെ ഒക്ടൽ നമ്പേഴ്സ്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ കറസ്പോണ്ടിങ് ഡെസിമൽ ഞാൻ എഴുതുവാണ്, ഡെസിമൽ നമ്പേഴ്സ്. ഓക്കെ, ഡെസിമൽ. 0യുടെ കറസ്പോണ്ടിങ് ഡെസിമൽ 0 തന്നെ, 1ൻ്റെ കറസ്പോണ്ടിങ് 1 തന്നെ, 2ൻ്റെ കറസ്പോണ്ടിങ് 2 തന്നെ, 3യുടെ കറസ്പോണ്ടിങ് 3 തന്നെ. ഇതൊക്കെ നമ്മൾ റിയൽ ലൈഫിൽ യൂസ് ചെയ്യുന്ന ഡെസിമൽ തന്നെയാണ്. 5 6 7. ഇനി ഡെസിമൽ 8ന് കറസ്പോണ്ടിങ് ഒക്ടൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്കുക, 0 മുതൽ 7 വരെയുള്ള ഒരു നമ്പേഴ്സേ ഒക്ടൽ നമ്പർ സിസ്റ്റത്തിനുള്ളൂ. 8 എന്ന് പറയുന്ന ഒരു നമ്പർ ഡെസിമലാണ് ഉള്ളത്. 8 എന്ന് പറയുന്ന ഒരു എലമെൻ്ററി നമ്പർ ഒക്ടലിൽ ഡിഫൈൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ 8 ഇല്ല. അപ്പോൾ ഈ 0 മുതൽ 7 വരെയുള്ള നമ്പേഴ്സിൻ്റെ ഒരു കോമ്പിനേഷനിലൂടെയാണ് ഡെസിമലിനെ 8നെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമുക്കറിയാം, നമുക്ക് 0 8 9 കഴിഞ്ഞ് 10 9 കഴിഞ്ഞ് 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സ് വെച്ചിട്ടാണ് ഡെസിമൽ ഫോം ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അതായത് 9 കഴിഞ്ഞിട്ടുള്ള നമ്പർ 1 ആഡ് ചെയ്യുമ്പോൾ 10 എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് 1 and 0, ദാറ്റ് ഈസ് 1 0. ഇങ്ങനെയാണ് അല്ലേ? 1 0, ദെൻ 1 1, ദെൻ 1 1, ദെൻ 1 2, ദെൻ 1 3, ദെൻ 1 4, ദെൻ 1 5. ഈ രീതിയിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എഗെയിൻ 1 9 കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 0 എന്നാണ്. 2 0, ദെൻ 2 1, ദെൻ 2 2, ദെൻ 2 3, 2 4, ദെൻ 2 5. ഇങ്ങനെയാണ്. പിന്നും 2 9 കഴിഞ്ഞാൽ 3 0, 3 1, 3 2, 3 3, 3 4, 3 5. ഈ രീതിയിലാണ് അല്ലേ? അതേ കണക്ക് തന്നെ ഇവിടെയും ഫോം ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ 7 കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ശേഷം പിന്നെ ഫോം ചെയ്യുന്നത് 1 0 എന്നാണ്. ദാറ്റ് ഈസ് 1 0. 1 0യുടെ കറസ്പോണ്ടിങ് ഡെസിമൽ ഈസ് 8, അല്ലെങ്കിൽ 8ൻ്റെ കറസ്പോണ്ടിങ് ഒക്ടൽ ഈസ് 1 0. 1 0 ടു ദ ബേസ് 7 ആണ്. ദെൻ അതിനുശേഷം നമ്മൾ അടുത്ത നമ്പറിന് ഫോം ചെയ്യുന്ന 1 1 എന്ന് വെച്ചാൽ 9ന് കറസ്പോണ്ടിങ് ഒക്ടൽ ഈസ് 1 1. ദെൻ 1 2, 10ന് കറസ്പോണ്ടിങ് ഒക്ടൽ ഈസ് 1 2. 11ന് കറസ്പോണ്ടിങ് ഒക്ടൽ ഈസ് 1 3. 12ന് കറസ്പോണ്ടിങ് ഒക്ടൽ ഈസ് 1 4. 13ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്ടൽ ഈസ് 1 5. 14ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്ടൽ ഈസ് 1 6. 15ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്ടൽ ഈസ് 1 7. ഓർക്കുക, 1 8 ഇല്ല. അപ്പോൾ 16ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്ടൽ എങ്ങനെ എഴുതും? 1 8 ഇല്ല അല്ലേ? പിന്നെ നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് പോകുന്നത് പിന്നെ 2 0 എടുത്താൽ മതി. 2 0, ദെൻ 2 1, ദെൻ 2 2, 2 3, 2 4, 2 5, 2 6, 2 7. അതിനുശേഷം പിന്നെ 3 0, 3 1, 3 2, 3 3, 3 4, 3 5. ഈ ഒരു രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോവും. അപ്പോൾ നമുക്ക് ഇനി ഒരു ഒക്ടൽ തന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ഡെസിമലിനെ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. സപ്പോസ് 2 3 ടു ദ ബേസ് 7 എന്ന് പറയുന്ന ഒക്ടൽ. ഇതിൻ്റെ കറസ്പോണ്ടിങ് ഡെസിമൽ നമ്മൾക്ക് കണ്ടുപിടിക്കണം. ഡെസിമൽ. അങ്ങനെയെങ്കിൽ നമ്മൾ നേരത്തെ ബൈനറിയുടെയൊക്കെ ഡെസിമൽ പൊസിഷണൽ വെയിറ്റ് വെച്ചിട്ട് നമ്മൾ കറസ്പോണ്ടിങ് ഡെസിമൽ ഇവാലുവേറ്റ് ചെയ്യുക. അതേ കണക്ക് ഇതിനും പൊസിഷണൽ വെയിറ്റ് ഉണ്ടല്ലോ. ഇത് 0th പ്ലേസ്, ദിസ് ഈസ് 1th പ്ലേസ്. 2 into base is 7. So 7 raised to പൊസിഷണൽ വെയിറ്റ് പറയുന്നത് എപ്പോഴും ബേസ് റൈസ് ടു എന്നാണ്. ഇപ്പോൾ 7 raised to 1 plus 3 into 7 raised to 0, which is equal to 7 raised to 1 is 1. 7 raised to 1 is equal to 7 തന്നെയാണ്.
സോ 7 into 2 എന്ന് പറയുന്നത് 14. സോ 14 പ്ലസ് 7 raised to 0 1 ആണ്. 1 into 3 3. സോ 14 plus 3 എന്ന് പറയുന്നത് 17. സോ 17. ഡെസിമലിൻ്റെ 17 കറസ്പോണ്ടിങ് ആണ് 2 3 എന്ന് പറയുന്നത്. 17 കറസ്പോണ്ടിങ്. സോറി, എനിക്ക് ഭയങ്കര വലിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചു. ടു ദ ബേസ് 7 അല്ല, ടു ദ ബേസ് 8 ആണ്. ഒക്ടൽ നമ്പർ സിസ്റ്റത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ബേസ് എന്ന് പറയുന്നത് 8 ആണ്. ഞാൻ ഈ 7 വെച്ചിട്ട് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് ഇതെനിക്ക് മിസ്റ്റേക്ക് വന്നത്. അതാ നോക്കുക, ടു ദ ബേസ് 8 ആണ്. നമുക്ക് ന്യൂ പേജിൽ നോക്കാം. ഓക്കെ, ഇപ്പോൾ 23 എന്ന് പറയുന്ന നമ്പർ ടു ദ ബേസ് 8 ആണ്. ടു ദ ബേസ് 8. ഈ 8നെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറയുന്നത്. അതായത് നമ്മൾ ഒരു ഒക്ടൽ നമ്പറിൻ്റെ ആക്ച്വൽ ഡെസിമൽ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ പൊസിഷണൽ വെയിറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക, 0 and 1. സോ 2 into 8 raised to 1 plus 3 into 8 raised to 0, which is equal to 8 raised to 1 is 8. But 2 into 8 is equal to 16 plus 8 raised to 0 is 1. 1 into 3 3. So 16 plus 3 19. So 23യുടെ കറസ്പോണ്ടിങ് ഡെസിമൽ ഈസ് 19 to the base 10. നോക്കാം നമുക്ക് ഇവിടെ അത് കറക്റ്റാണോ. ഞാൻ നേരത്തെ ചെക്ക് ചെയ്തത് കറക്റ്റ് അല്ല, അപ്പോഴാണ് ഞാൻ ഇത് റീചെക്ക് ചെയ്തതും എനിക്ക് തെറ്റിപ്പോയെന്ന് മനസ്സിലാവുന്നതും. സോറി. അപ്പോൾ ഇതാ നോക്കുക, നമുക്കിവിടെ 20 എന്ന് പറയുന്നത് ഡെസിമൽ 16 ആയിരുന്നു. സോ 21 17, 22 18, 23 19 അല്ലേ. 17 18 19. ഇപ്പോൾ 23യുടെ ഡെസിമലാണ് നമ്മൾ കണ്ടുപിടിച്ചത്. സോ 19 നമുക്ക് ആൻസർ കിട്ടി. അങ്ങനെയെങ്കിൽ നമുക്ക് അനദർ വൺ നമുക്ക് ചെയ്ത് നോക്കാം. ഒരു ബിഗ് വൺ നമുക്ക് ചെയ്ത് നോക്കാം. 149 ചെയ്യുവാണ്. 149 ടു ദ ബേസ് 8, ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു ദ ബേസ് 10 നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോകുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മുടെ പൊസിഷണൽ വെയിറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക. 0th 1 1 2th പ്ലേസ്. സോ 1 into ബേസ് ഒക്ടലിൻ്റെ 8 ആണ്. സോ 8 raised to 2 plus 4 into 8 raised to 1 plus 9 into 8 raised to 0, which is equal to 8 raised to 2 is 8 into square 64. So 1 into 64 plus 8 raised to 1, which is 8 തന്നെയാണ്. 4 into 8 32 plus 8 raised to 0 is 1 ആണ്. സോ 1 into 9 is equal to 9. ഇനി ഇതിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 105 to the base 10. സോ 105 ആണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ. ഇനി നമുക്കൊരു ഫ്രാക്ഷണൽ പാർട്ടുള്ള ഒക്ടലിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ നോക്കാം. ഫ്രാക്ഷണൽ പാർട്ട് 413 413.12 ടു ദ ബേസ് 8നെ നമ്മൾ കറസ്പോണ്ടിങ് ഡെസിമലായിട്ട് കൺവേർട്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ നേരത്തെ നമ്മൾ ബൈനറിയിൽ നമ്പർ ലൈൻ സ്പെസിഫൈ ചെയ്ത കണക്ക് തന്നെ 0 1 2 പൊസിഷണൽ വെയിറ്റ് എഴുതാനായിട്ട് ദെൻ 4 ഇങ്ങനെ പോവും. ഈ സൈഡ് -1 -2 -3 ഇങ്ങനെ പോവും. അപ്പോൾ നമുക്ക് 0th പ്ലേസ് 1th പ്ലേസ് 2th പ്ലേസ് -1 പ്ലേസ് -2 പ്ലേസ് ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 4 into 8 raised to 2 plus 1 into 8 raised to 1 plus 3 into 8 raised to 0 പ്ലസ് പോയിൻ്റ് ഒന്നും നമ്മളിവിടെ പ്ലസ് ചെയ്യുമ്പോൾ ഇടത്തില്ല. ഓൾറെഡി അത് 1 ഡിവൈഡഡ് ബൈ എന്ന് വരുന്നതുകൊണ്ട് അവിടെ ഒരു പോയിൻ്റ് ആണ് വരുന്നത്. 1 ബൈ ഇവിടെ 8 raised to 1 ആണല്ലേ. അപ്പോൾ 1 into 1 ബൈ വേണ്ട, നമുക്ക് ഒരു സ്റ്റെപ്പ് ഇങ്ങനെ തന്നെ അങ്ങ് പോവാം. പ്ലസ് 1 into 8 raised to -1 plus 2 into 8 raised to -2 അല്ലേ, which is equal to 8 into square 64, 4 into 64 plus 1 into 8 raised to 1 is equal to 8. So 1 into 8 8 plus 8 raised to 0 is 1. So 3 into 1 3 plus 1 into 8 raised to -1. 8 raised to -1 എന്ന് പറയുന്നത് 1 by 8 ഇക്വലൻ്റാണ്. ദെൻ 2 into 8 raised to -2 1 by 8 സ്ക്വയറിന് മൈനസ് എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിൽ എഴുതുന്നതിന് തുല്യമാണ്. അതേ കണക്ക് ആ മൈനസ് കളഞ്ഞിട്ട്. സോ ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യണം.
ഇതിന് നമ്മൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ചെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാം. 8² 64 ഇട്ട് കൊടുത്തു. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 267 × 64 ഞാൻ ചെയ്തു. ഓക്കെ, 267 × 64 + 8 + 2 / 64 which is equal to 267.15 to the base 10. 267.15 to the base 10 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഒരു ഫ്രാക്ഷണൽ പാർട്ട് വരുന്ന ഒക്ടൽ നമ്പറിൻ്റെ കൺവേർഷൻ. സം എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഞാൻ തരുവാണ്. 425 to the base 8നെ 10 ആയിട്ട് കൺവേർട്ട് ചെയ്യണം. എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നമ്പർ 1. നമ്പർ 2, 634 to the base 8 10 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. നമ്പർ 3 ഒരു ഫ്രാക്ഷണൽ പാർട്ട് വരുന്നത് ചെറുത് തരാം. 15.21. ഇതിനകത്ത് നമുക്കിത് ചില ക്വസ്റ്റ്യൻസ് തെറ്റാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ചാൽ ഒരു ഒക്ടലിന് തന്നിട്ട് ഇതിനകത്ത് 0 മുതൽ 7 വരെ അല്ലാത്ത നമ്പേഴ്സ് 8, 9 തന്നിരുന്ന ആ ക്വസ്റ്റ്യൻ തെറ്റാണെന്നാണ് എൻ്റെ മീനിങ്. സോ 7-8-നകത്ത് 7-നോ 7-നകത്തോ വരുന്ന നമ്പറേ അതിനകത്ത് വരാൻ പാടുള്ളൂ. ഇറ്റ് ഈസ് ഈക്വൽ ടു the base 10. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ 121.37 to the base 8. ഈ 4 ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റമാണ് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ഫോർത്ത് വൺ, ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്പർ സിസ്റ്റമാണ്. ഇനി നിങ്ങൾ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിങ്ങിനെ കുറിച്ചൊക്കെ പഠിക്കും, അല്ലെങ്കിൽ നിങ്ങൾ CPPയിലൊക്കെ അസംബ്ലി ലാംഗ്വേജിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അസംബ്ലി ലാംഗ്വേജിലൊക്കെ നമ്പേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്നത് ഈ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം വെച്ചിട്ടാണ്. ഹെക്സാഡെസിമൽ നമ്പറിലാണ് അതിനെല്ലാം യൂസർ തന്നെ കൊടുക്കുന്നത്. യൂസർ ഹെക്സാഡെസിമലിൽ കൊടുക്കും, ദെൻ കമ്പ്യൂട്ടർ ഹാൻഡിൽ ചെയ്യുന്നത് ബൈനറിയിൽ. അപ്പം അവിടെ ഒരു ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിനെ അസംബ്ലി ലാംഗ്വേജിന് അറിയാവുന്നതാണ്. നമ്മുടെ CPP പോലുള്ള ലാംഗ്വേജസിൽ ഡെസിമൽ നമ്പേഴ്സിന് അതിനെ ഹാൻഡിൽ ചെയ്യാൻ അറിയില്ല. അത് തന്നെ അകത്ത് കൺവേർഷൻസ് ബൈനറിയിലോട്ട് ചെയ്തോളും. പക്ഷേ അസംബ്ലി ലാംഗ്വേജിലൊരു യൂസർ പ്രോഗ്രാം എഴുതുമ്പോൾ അതിനകത്ത് ഹെക്സാഡെസിമൽ നമ്പേഴ്സിനെ അവർ ഹാൻഡിൽ ചെയ്യത്തുള്ളൂ. മെമ്മറിയെ പോലും അതുപോലെ തന്നെ ഹെക്സാഡെസിമൽ നമ്പേഴ്സ് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് മെമ്മറിയെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഈസി ആയിട്ടുള്ള ഒന്നാണ് ഹെക്സാഡെസിമൽ. ഓക്കെ, മെമ്മറി അഡ്രസ്സസ് ഒക്കെ കമ്പ്യൂട്ടറിനകത്തൊക്കെ കുറച്ചൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഹെക്സാഡെസിമലിലും കൂടെയാണ്. ബിക്കോസ് ഹെക്സാഡെസിമൽ ടു ബൈനറി കൺവേർഷൻ ഈസ് ഈസി. ഓക്കെ, യൂസേഴ്സ് ഹെക്സാഡെസിമലിൽ ഹാൻഡിൽ ചെയ്താലും അതിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഈസിയാണ്. അത് നമുക്ക് നോക്കാം. അതവിടെ നിൽക്കട്ടെ. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റംസ് 16 നമ്പേഴ്സ് വെച്ചിട്ട് ഫോം ചെയ്യുന്നതാണ്. 16 എലമെൻ്ററി നമ്പേഴ്സ് വെച്ചിട്ട് ഫോം ചെയ്തിരിക്കുന്നതാണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇറ്റ് ഈസ് ഓഫ് ബേസ് ഓർ റാഡിക്സ് 16 എന്ന് പറയാം. ബേസ് ഓർ റാഡിക്സ് 16. ഇനി ഈ 16 എലമെൻ്ററി നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും 0, 1, 2, 3, 4, 5, 6 മുതൽ 15 വരെയുള്ള നമ്പേഴ്സ്. ഇതുവരെ നമ്മൾ അങ്ങനെയാണ് പറഞ്ഞല്ലേ, 0 മുതൽ 15 വരെയുള്ള നമ്പേഴ്സ്. അങ്ങനെയല്ല, ഇവിടെ ചെയ്യുന്നത് 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സും ദെൻ A മുതൽ F വരെയുള്ള ലെറ്റേഴ്സും ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഹെക്സാഡെസിമൽ നമ്പേഴ്സ് ഒരു ഡിഫറെൻ്റ് ആണ്. നമ്മുടെ ആൽഫബറ്റ്സ് ആയ ക്യാപിറ്റൽ ലെറ്റർ A to F ആൽഫബറ്റ്സിനെയും ആ നമ്പേഴ്സിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പോൾ ഡെസിമൽ നമ്പേഴ്സ് ആയ 0 മുതൽ 15 വരെ, അതായത് 16 നമ്പേഴ്സിനെ ആര് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്? ഹെക്സാഡെസിമൽ നമ്പേഴ്സ് ആയ 0 മുതൽ F വരെയുള്ള നമ്പേഴ്സ്, അതായത് 0 മുതൽ 9 ആൻഡ് A to F. 0 മുതൽ 9 ആൻഡ് A to F. 0 മുതൽ 9 ആൻഡ് A to F വെച്ചിട്ട് നമുക്ക് നോക്കാം. 0, 1, 2, 3, 4,
5, 6, 7, 8, 9, 10, 11, 12, 13, 14 and 15. Okay, this is decimal numbers. ഇനി ഞാൻ ഹെക്സാഡെസിമൽ ഇവിടെ എഴുതുന്നു. ഹെക്സാഡെസിമൽ, ഇതിൻ്റെ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ ഇസ് 0 തന്നെയാണ്. 0 മുതൽ 9 വരെ ഉണ്ടല്ലേ, അതുകൊണ്ട് തന്നെ ഡെസിമൽ 0 മുതൽ 9 കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ 0 മുതൽ 9 തന്നെയാണ്. 0, 1, 2, 3, 4, 5, 6, 7, 8, 9. 9 വരെ 9 തന്നെയാണ്. പക്ഷേ ഹെക്സാഡെസിമലിൽ 10 എന്ന് പറയുന്നൊരു നമ്പർ ഇല്ല. 10 ഫോം ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ എ വെച്ചിട്ടാണ്. ക്യാപിറ്റൽ ലെറ്റർ എ കണ്ടാൽ ദിസ് ഇസ് 10 എന്ന് കൺസിഡർ ചെയ്യണം. ദെൻ 11 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ബി, 12 സി ആണ്, 13 ഡി ആണ്, ദെൻ 14 ഇ ആണ്, 15 എഫ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു 15 എന്ന് പറയുന്ന നമ്പർ ഹെക്സാഡെസിമലിൽ ഇല്ല. ഹെക്സാഡെസിമലിന് 15 പകരം എഫ് എന്നായിരിക്കും എഴുതുന്നത്. എവിടെയെങ്കിലും ഇ എന്ന് കണ്ടാൽ ദാറ്റ് ഹെക്സാഡെസിമൽ ഇ ആണ്. ദാറ്റ് കറസ്പോണ്ട്സ് ടു എ ഡെസിമൽ 14 എന്ന് മനസ്സിലാക്കണം. അപ്പോൾ കൺവേർഷൻ ചെയ്യാൻ നേരത്ത് ഇ കണ്ടാൽ അതിന് കറസ്പോണ്ടിങ് 14 എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡെസിമൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത് ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഹെക്സാഡെസിമലിൽ എത്ര എലമെൻ്ററി നമ്പേഴ്സ് വെച്ചിട്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്? 16 എലമെൻ്ററി നമ്പേഴ്സ് വെച്ചിട്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. അതായത് ഡെസിമലിൽ 0 മുതൽ 15 വരെയുള്ള നമ്പേഴ്സിന് ഒരു സ്പെസിഫിക്കേഷൻ ഹെക്സാഡെസിമലിൽ ഉണ്ട്. അത് ഏതൊക്കെ ഉപയോഗിച്ചിട്ടാന്ന് വെച്ചാൽ 0 മുതൽ 9 വരെയുള്ള അതാത് നമ്പേഴ്സ് തന്നെയാണ് ഡെസിമലിൽ, അതാത് നമ്പേഴ്സ് തന്നെയാണ് ഹെക്സാഡെസിമലിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ 10 മുതൽ ഡെസിമലിൽ 15 വരെയുള്ള നമ്പേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഹെക്സാഡെസിമലിൽ ഉപയോഗിക്കുന്നത് എ ടു എഫ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം ഈസ് ഫോംഡ് ബൈ നമ്പേഴ്സ് 0 to 9 ആൻഡ് ക്യാരക്ടേഴ്സ് ഓർ ആൽഫബറ്റ്സ് എ ടു എഫ്, ക്യാപിറ്റൽ ലെറ്റർ എ ടു എഫ്. അങ്ങനെ ടോട്ടൽ 0 മുതൽ 9 വരെ 10 ആയി, എ ടു എഫ് 6 ആയി. സോ ടോട്ടൽ 16 നമ്പേഴ്സ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബേസ് 16. സോ ഹെക്സാഡെസിമൽ നമ്പേഴ്സിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ 1, B, 2 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 1 ഹെക്സാഡെസിമൽ നമ്പർ ടു ദ ബേസ് 16 എന്ന് നമ്മൾ കാണിച്ചിരിക്കണം. ബി ലെറ്റേഴ്സ് കണ്ടാൽ അത് ഹെക്സാഡെസിമൽ ആണെന്നും അത് 16 ബേസ് ഉണ്ടോ എന്നും ചെക്ക് ചെയ്യണം. ഇപ്പോൾ എ ബി സി എന്ന് പറഞ്ഞ് ടു ദ ബേസ് 16 എന്ന് പറയാൻ ദിസ് ഈസ് 1 ഹെക്സാഡെസിമൽ നമ്പർ. ദിസ് കറസ്പോണ്ട്സ് ടു, ഇതിനെ അങ്ങ് കറസ്പോണ്ടിങ് ഇങ്ങനെ എഴുതാൻ പറ്റത്തില്ല. എ സ്റ്റാൻഡ്സ് ഫോർ 10 ഡെസിമൽ 10 എന്നും, ബി സ്റ്റാൻഡ്സ് ഫോർ ഡെസിമൽ 11 എന്നും, സി സ്റ്റാൻഡ്സ് ഫോർ ഡെസിമൽ 12 എന്നും എഴുതി ഇതിനെ ഒരു ഡെസിമൽ നമ്പറാക്കി മാറ്റാൻ പറ്റത്തില്ല. ഇതിനെ നമ്മൾ മറ്റേ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ എ ബി സി ടു ദ ബേസ് 16ൻ്റെ കറസ്പോണ്ടിങ് ഡെസിമൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൻ്റെ കറസ്പോണ്ടിങ് ഡെസിമൽ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇതിനും പൊസിഷണൽ വെയ്റ്റ്സ് ഉണ്ട്. ദിസ് ഈസ് ദ 0th പ്ലേസ്, 1th പ്ലേസ് ആൻഡ് 2th പ്ലേസ്. അപ്പോൾ 0th പ്ലേസിലുള്ളത് ഇതിൻ്റെ പൊസിഷണൽ വെയ്റ്റ് വെച്ചിട്ട് നമുക്ക് ഓരോന്നിനെ മൾട്ടിപ്ലൈ ചെയ്യാം. എ ഇൻറ്റു എന്ത് വെച്ചിട്ടാണ് ബേസ് റേസ് ടു എന്നാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് അല്ലേ, ഡെസിമലിനെ ഇവാലുവേറ്റ് ചെയ്യാൻ. സോ 16 raised to 2 plus b into 16 raised to 1 plus z into 16 raised to 0. അപ്പോൾ 16ൻ്റെ സ്ക്വയർ എത്രയും നമുക്ക് നോക്കാം. 16ൻ്റെ സ്ക്വയർ ഈസ് 256. സോ a into 256 plus b into 16 raised to 1 is 16 plus 16 raised to 0 is 1. So c into 1 which is equal to, ഇവിടം വരെ നമ്മൾ ഈ എ ബി സിയെ എ ബി സി എന്ന് തന്നെ എഴുതണം. ഇനി എയുടെ കറസ്പോണ്ടിങ് ഡെസിമലാണ്. എ എന്ന് പറയുന്നത് നമുക്ക് എ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു ഡെസിമൽ വാല്യൂ ഉണ്ടല്ലോ 10. സോ 10 ഇൻറ്റു 256 പ്ലസ് ബി എന്ന് പറയുന്നത് 1 ആണ്. സോ 1 ഇൻറ്റു 16 പ്ലസ് സി എന്ന് പറയുന്നത് 1 ആണ്. 1 ഇൻറ്റു 1. ഈ ഒരു രീതിയിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. മനസ്സിലാവുന്നുണ്ടോ? എ ബി സി ഇട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. എക്ക് കറസ്പോണ്ടിങ് ഒരു ഡെസിമൽ ഉണ്ട്, ദാറ്റ് ഈസ് 10. ദാറ്റ് 10 വെച്ചിട്ട് 256നെ മൾട്ടിപ്ലൈ ചെയ്യണം. ബി എന്ന് പറയുന്നത് ഡെസിമൽ ഇസ് 11. സോ 11 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സി എന്ന് പറയുന്നത് ഡെസിമൽ
12. ആ 12 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 256 ഇൻറ്റു 10 എന്ന് പറയുന്നത് 2560 പ്ലസ് 176. 11 into 16 is equal to 176 plus 12 into 1 is 12, which is equal to ഇതിനെല്ലാം കൂടെ സം ചെയ്യുമ്പം 2738 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ദിസ് ഈസ് ടു ദ ബേസ് 10. സോ ഇവിടെ എടുത്ത് എഴുതാം 2738 ടു ദ ബേസ് 10. ഓക്കെ, അനദർ ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ചെയ്യാം. ഹെക്സാഡെസിമൽ ടു ഡെസിമൽ കൺവേർഷൻ. 10 to the base 16, 10 to the base 16, which is equal to, നമ്മൾ ചെയ്യാൻ പോവുകയാണ്, ഇതിനെ നമുക്ക് ടു ദ ബേസ് 10ലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്താ നിങ്ങൾ നോക്കുമ്പോൾ ഇത് 10 to the base 16 ആണ്. ഇത് നമ്മുടെ 10 അല്ല. ഓക്കെ, 10 അല്ല. അതിന് മുന്നേ ഞാൻ ഡെസിമൽ ഒന്ന് എഴുതി വന്നോട്ടെ. ഡെസിമൽ ഇതെങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നോക്കട്ടെ. അതായത് ഡെസിമൽ, ഹെക്സാഡെസിമൽ. നമുക്ക് ഹെക്സാഡെസിമൽ എഫ് കഴിഞ്ഞാൽ അങ്ങോട്ട് മുന്നോട്ട് എങ്ങനെ എന്ത് പോകുന്നു നോക്കാം. ദാറ്റ് ഈസ് 0 1 2 3 4 5 6 7 8 9. അതിന് കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ 0 1 2 3 4 5 6 7 8 9 തന്നെയാണ്. ഡെസിമലിൻ്റെ 10ന് എ എന്ന് റെപ്രസെൻ്റ് ചെയ്യും, ഡെസിമലിൻ്റെ 11ന് ബി എന്ന് റെപ്രസെൻ്റ് ചെയ്യും, ഡെസിമലിൻ്റെ 12ന് സി, ഡെസിമലിൻ്റെ 13ന് ഇ, ഡെസിമലിൻ്റെ 14ന് എഫ്, ഡെസിമലിൻ്റെ 15ന് എ ബി സി ഡി എഴുതിയില്ല, ഡി ഇ ആൻഡ് എഫ്. ഓക്കെ, 15 വരെയുള്ള നമ്പേഴ്സിനെ ഹെക്സാഡെസിമൽ വെച്ച് റെപ്രസെൻ്റ് ചെയ്യാനുള്ളൂ. അതുകൊണ്ട് തന്നെ 0 മുതൽ എഫ് വരെ ആയി അവിടെ തീർന്നു. പക്ഷേ നമുക്ക് ഈ നമ്പേഴ്സ് വെച്ചിട്ട് നെക്സ്റ്റ് നമ്പേഴ്സും ഒക്കെ ഫോം ചെയ്യണമല്ലേ. എന്ന് വെച്ചാൽ ഡെസിമലിൽ എഫിന് ശേഷം ഒരു നമ്പർ ഉണ്ട്. അതെന്താണ് നമുക്കറിയാം. ഡെസിമലിൽ 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സ് വെച്ചിട്ടാണ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 9 കഴിഞ്ഞാൽ 10 എന്ന് പറയുന്ന നമ്പർ ഫോം ചെയ്യുന്നത് 10 ഇങ്ങനെയാണ്. അതേ കണക്ക് ഇതിൽ എഫ് കഴിഞ്ഞാൽ അനദർ നമ്പർ ഉണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ 10. ദാറ്റ് ഈസ് 10. ആ 10 എന്ന് പറയുന്നത് ഡെസിമൽ, കറസ്പോണ്ടിങ് ഡെസിമൽ ഈസ് 16 ആണ്. നെക്സ്റ്റ് 15ന് ശേഷം 16 ആണ്. അതുകൊണ്ട് തന്നെ എഫിന് ശേഷം വരുന്ന 10 കറസ്പോണ്ട്സ് ടു 16. സോ അടുത്ത ഹെക്സാഡെസിമലായ നെക്സ്റ്റ് നമ്പർ ഈസ് 11. അത് കറസ്പോണ്ട് ചെയ്യുന്നത് 17നെയാണ്. ദെൻ 1 2 ഉണ്ട്, 1 2, then 1 3, then 1 4, 1 5, then 1 6, then 1 7, then 1 8, then 1 9, then 1 10 അല്ല 1 A, then 1 B, then 1 C, then 1 D, then 1 E, 1 F, 1 E, then 1 Fലേക്ക് പോവും. പിന്നെ ആരെടുക്കും നമുക്കറിയാം. 19 കഴിഞ്ഞാൽ പിന്നെ 20 എന്നാണ് എടുക്കുന്നത്. കണക്ക് ഇവിടെയും എഗെയിൻ 20 21 അങ്ങനെ പോവും. ദാറ്റ് ഈസ് 1 1 1 2 1 3 1 4 1 5 1 6 1 7 1 8 1 9 കഴിഞ്ഞാൽ 1 A ആണ്, 1 B 1 C 1 D 1 E 1 F 1 F കഴിഞ്ഞാൽ then 20 21 22 23 24 25 26 27 28 29, then 2A 2B 2C 2D 2E 2F, then 31 30 31 32 ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ഡെസിമൽ എല്ലാം നമ്മുടെ ഡിഫറെൻ്റ് ആണ്. ഇതാ നോക്കുക, ഇത് ഇവിടുത്തെ 1 എന്ന് പറയുന്നത് നമ്മുടെ 17 ഇവിടുത്തെ 1 2 18, then 1 3 19, then 20 21 22 23 24 25 26 27 28 29 30 31 32 ഇത് എൻ്റർലി ഡിഫറെൻ്റാണ്. 1F എന്ന് പറയുന്നത് നമ്മുടെ 31 ഡെസിമൽ നമ്പറായ 31നെയാണ് 1F എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിയിരിക്കുന്ന ഈ 10 to the base 16നെ കറസ്പോണ്ടിങ് ഡെസിമൽ കണ്ടുപിടിക്കണം. എന്ന് വെച്ചാൽ ഇത് കറസ്പോണ്ടിങ് 16 തന്നെയാണെന്ന് നമുക്ക് നോക്കാം. അതാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. 10യെ നമുക്ക് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പം നമുക്ക് ഇതിൻ്റെ ഡെസിമൽ വെയിറ്റ് വെച്ച് ചെയ്ത് നോക്കാം. ഇത് 0th പ്ലേസ്, ദിസ് ഇസ് 1th പ്ലേസ്.
സോ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പം 1 ഇൻറ്റു 16⁻1 പ്ലസ് 0 ഇൻറ്റു 16⁻0 വിച്ച് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 16⁻1 16⁻1 is 16, സോ 1 ഇൻറ്റു 16 16 തന്നെയാണ്, പ്ലസ് 0 ഇൻറ്റു എനി നമ്പർ ഇസ് 0, സോ വിച്ച് ഈസ് ഈക്വൽ ടു 16. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി 16 ടു ദ ബേസ് 10. അത് നമുക്ക് നോക്കാം. ഹെക്സാഡെസിമൽ 10ന് കറസ്പോണ്ടിങ് 16 തന്നെയായിരുന്നു, നമ്മൾ ടേബിൾ എഴുതി വെച്ചു. ഹെക്സാഡെസിമൽ 10 10 അതിൻ്റെ കറസ്പോണ്ടിങ് ഡെസിമൽ 16 തന്നെയാണ്, സോ ദ റൈറ്റ് ആൻസർ നമുക്ക് കിട്ടി. ഓക്കെ, അതേ കണക്ക് അനദർ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഇത് തന്നെ നമുക്ക് ചെയ്ത് നോക്കാം. നമുക്കിവിടെ ഒരു 17 ഉണ്ട്, വേണ്ട 1a ഉണ്ട്. 1a 26 ആണോ എന്ന് നമുക്ക് നോക്കാം. 1a ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ 1a ടു ദ ബേസ് 16ൻ്റെ ഡെസിമൽ നമ്മൾ കാണാൻ പോവുകയാണ്. സോ ദിസ് 1 raised to 16 into a raised to, so this is 1th place 0th place, a raised to sorry ഇങ്ങനെയല്ല, 1 into 1 raised to 16 plus 1 into 16 raised to 1 plus a into 16 raised to 0 which is equal to 16 raised to 1 is 16 തന്നെയാണ്. 1 into 16 16, so 16 plus 16 raised to 0 എന്ന് പറയുന്നത് 1 ആണ്. എനി നമ്പർ raised to 0 1, so a into 1 is a, അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 16 പ്ലസ് എ. എ എന്ന് പറയുന്നത് അതിന് കറസ്പോണ്ടിങ് ഡെസിമൽ വാല്യൂ ഉണ്ട്, അത് വെച്ചിട്ട് ഈ നമ്പർ കൂട്ടാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ എ എന്ന് പറയുന്നത് നമ്മുടെ ഡെസിമൽ 10 ആണല്ലേ. സോ വിച്ച് ഈസ് ഈക്വൽ ടു 16 പ്ലസ് 10 വിച്ച് ഈസ് ഈക്വൽ ടു 26. നമുക്ക് നോക്കാം 26 ആയിരുന്നു എന്ന്. 1a എന്ന് പറയുന്നത് 26 തന്നെയാണ്, നമുക്ക് കിട്ടിയല്ലോ 26. സോ 1a 26 ആൻസർ കിട്ടി. അങ്ങനെയെങ്കിൽ നമുക്കൊരു 3 ഡിജിറ്റിൻ്റെ ചെയ്ത് നോക്കാം. A3b ടു ദ ബേസ് 16നെ നമുക്ക് 10 ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അങ്ങനെയെങ്കിൽ 0th place 1th place 2th place, സോ a ഇൻറ്റു 16 raised to 2 പ്ലസ് 3 ഇൻറ്റു 16 raised to 1 പ്ലസ് b ഇൻറ്റു 16 raised to 0 വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം. അതായത് ഇവിടെ 256 ഇൻറ്റു a ഇൻറ്റു 256 പ്ലസ് 3 ഇൻറ്റു 16 പ്ലസ് 16 raised to 0 is 1, so b ഇൻറ്റു 1. ഇതിന് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കൊടുത്താൽ മതി. a എന്ന് പറയുന്നത് 10 ആണ്, സോ 10 ഇൻറ്റു 256 ചെയ്യണം, പ്ലസ് 3 ഇൻറ്റു 16 ചെയ്യണം. b എന്ന് പറയുന്നത് 11 ആണ്, 11 ഇൻറ്റു 1 ചെയ്യണം, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടും 2619 ടു ദ ബേസ് 10 എന്ന് കിട്ടും. 2619 ടു ദ ബേസ് 10 എന്ന് കിട്ടും. 2619 ഹെക്സാഡെസിമൽ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് A3b എന്ന് പറയുന്നത്. ഇനി നമ്മൾ കുറച്ച് ഫ്രാക്ഷണൽ ചെയ്യാൻ പോകണം. ഓക്കെ, ഹെക്സാഡെസിമൽ ഫ്രാക്ഷണൽ തന്നിരുന്നാൽ, ഫോർ എക്സാമ്പിൾ ഇതിന് കുറച്ച് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് പിന്നെ തരാം. ഫ്രാക്ഷണൽ ദ 0.2c ടു ദ ബേസ് 16 ആണ്. ഇതിൻ്റെ കറസ്പോണ്ടിങ് ഡെസിമൽ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം നമ്പർ ലൈനിൽ നമ്മൾ ദിസ് ഈസ് 0th place, ദിസ് ഈസ് 1, നമ്പർ ലൈനിൽ അങ്ങോട്ട് പോകുമ്പോൾ -1 ആൻഡ് -2. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്യുന്നത് 1 ഇൻറ്റു 16 raised to 1 പ്ലസ് b ഇൻറ്റു 16 raised to 0 പ്ലസ് 2 ഇൻറ്റു 16 raised to -1 പ്ലസ് c ഇൻറ്റു 16 raised to -2 which is equal to 1 into 16 raised to 1 is 16. So 1 into 16 plus 16 raised to 0 is 1. So b into 1 b plus 2 into 16 raised to 1 2 into 1 by 16 16 raised to -1 1 plus c into 16 raised to -2 is 1 by 16 square. ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാമല്ലോ. 16 പ്ലസ് ബിയുടെ വാല്യൂ ഇസ് a 10 b 11 11 പ്ലസ് 2 by 16 പ്ലസ് c എന്ന് പറയുന്നത് 10 12 12 12 ബൈ 12 ഇൻറ്റു 1 1 12 ബൈ 16ൻ്റെ സ്ക്വയർ 256. നമ്മൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഇതേപോലെ 2-3 ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. 2-3 ക്വസ്റ്റ്യൻസ് ഇതാ തരുന്നു. 2f3 ടു ദ ബേസ് 16 ടു ദ ബേസ് 10ലേക്ക് കൺവേർട്ട് ചെയ്യണം. ദെൻ f3 8b ടു ദ ബേസ് 16
ടു ദ ബേസ് 10 കൺവേർട്ട് ചെയ്യണം. ഈ ഒരു ഫ്രാക്ഷണൽ നമ്പർ കൂടെ തരുവാണ് ഹെക്സാഡെസിമലിൻ്റെ. 1C.831 ടു ദ ബേസ് 16 ടു ദ ബേസ് 10 കൺവേർട്ട് ചെയ്യണം. ദെൻ AB.CE ടു ദ ബേസ് 10 ടു ദ ബേസ് 16 ടു ദ ബേസ് 16 10 കൺവേർട്ട് ചെയ്യണം. ഒന്നും കൂടെ 569.128 ടു ദ ബേസ് 16 10 കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഈ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് നമ്പർ സിസ്റ്റത്തിൻ്റെ ഒരു സെക്ഷനെ നമ്മൾ ചെയ്തിട്ടുള്ളത്. അതായത് എല്ലാ നമ്പർ സിസ്റ്റവും നമ്മൾ പഠിച്ചു. ബേസിക് ഐഡിയ ഓഫ് നമ്പർ സിസ്റ്റംസ്, അതിൻ്റെ ബേസ് മനസ്സിലാക്കി വെക്കുക ഓരോന്നിൻ്റെയും. ദെൻ അതിനെ ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് പഠിച്ചു. ഇനി ഹെക്സാഡെസിമലിൽ തന്നിരുന്നാൽ ഈ നമ്പർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പഠിക്കണം. ഈ ഓരോ നമ്പർ സിസ്റ്റത്തിലേക്കും കൺവേർട്ട് ചെയ്യാൻ നമ്മളൊരു പഠിക്കണം. അതുപോലെ തന്നെ ഒരു നമ്പർ സിസ്റ്റത്തിൽ നിന്നും അനദർ നമ്പർ സിസ്റ്റത്തിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പഠിക്കണം. എല്ലാത്തിനും ഒരു കോമൺ ഫോമാറ്റ് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഇത്രയുമാണേ.